പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ ഈശോ ആശീർവദിക്കട്ടെ. കർത്താവേ, ഇന്നത്തെ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ പരിഭ്രമിക്കുന്നവരുണ്ട് ഈശോയെ. സങ്കടപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ആദ്യ പിടിക്കുകയും ചെയ്യുന്നവരുണ്ട് ഈശോയെ. വ്യഗ്രതയുള്ളവരുണ്ട് ഈശോയെ. അവരെ എല്ലാം അങ്ങ് സബ്സൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഹൃദയത്തിലെ കട്ടിയിരിക്കണ പോലെ, ഭാരമിരിക്കപ്പെടുന്നത്, ഹൃദയത്തിൽ എന്തോ വലിയ മറാത്ത ഭാരമിരിക്കണ പോലെ ഓരോ കാര്യങ്ങളിൽ വന്നുപെട്ട സങ്കടങ്ങൾ ഇപ്പോൾ പേരറിയാൻ പറ്റാത്ത രീതിയിലൊരു വല്ലാത്ത ഒരു വിഷമമൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവിടെ വിഷമങ്ങൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ്, ഭവനരഹിതര് കാലാവസ്ഥകളുടെ ഭേദങ്ങളിലുണ്ടാകുന്ന വരുമാന തകർച്ചയും ജോലിയില്ലായ്മയും ഓർത്തുകൊണ്ട് ഒരു കാർമേഘമോ ഒരു മഴവെപ്പോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് വേദനിക്കുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, ഇന്ന് പണിച്ച് തീരുമല്ലോ, ഇന്ന് പണി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തുകൊണ്ട് വല്ലാത്ത രീതിയിൽ ജീവിതവുമായിട്ട് മൽപ്പിടുത്തി നടത്തുന്നവർ, സങ്കടപ്പെടുന്നവരെ കർത്താവ് ഇന്നത്തെ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരും 4 പേരുണ്ടെങ്കിൽ 4 മനസ്സായിട്ട് പരസ്പര വിരുദ്ധമായ ചിന്തകളും ആലോചനകളും കൊണ്ട് നടന്നിട്ട് ഒന്നും ചെയ്യുകയുമില്ല, ചെയ്യിക്കത്തുമില്ല, പാകോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ, തങ്ങളുടെ ഓഹരി വിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും വാടക കൂടുകയും സമാധാനം ജീവിക്കാൻ പറ്റാതിരിക്കുകയും ഉള്ള വീട് തന്നെ റിപ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടിൽ കിടക്കുന്ന മക്കളുണ്ട്. അവരെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കട്ടെ. കർത്താവ്, ജീവിതത്തിൽ പല സംഭവങ്ങളും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലൊക്കെ ഇന്ന് നാവക്കെടുത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ അകപ്പെട്ടു പോയവരുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിൻ്റെ പഴയ ചരിത്രം എന്നെക്കൊണ്ട് വിവരിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടിച്ചിരുത്തി കളയും. അതുകൊണ്ട് ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്. വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ ഏകസ്ഥനായിട്ട് ജീവിക്കണം പോലെയും ഏകസ്ഥയായിട്ട് ജീവിക്കണം പോലെയും അന്യനായിട്ട് ജീവിക്കണം പോലും തോന്നുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൂട്ടാരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ നിന്നെ തള്ളിക്കളയിലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ആഴമായി വിശ്വസിക്കാൻ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും വിറ്റുചുട്ടി എവിടെയെങ്കിലും പോയാൽ മതി വിചാരിച്ചുകൊണ്ട് സ്വന്തം കിടപ്പാടവും അതിന് ചുറ്റുമുള്ളവരുമായിട്ടൊക്കെ ഭയങ്കര മാനസിക അകൽച്ചകൾ കാരണം വിൽക്കാനും പറ്റണില്ല, ജീവിക്കാനും പറ്റാത്ത രീതിയിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അവരുണ്ടാക്കി വച്ചിരിക്കുന്നതിന് ചില അബദ്ധമായ തീരുമാനങ്ങളെയും ചിന്തകളുടെയും പെരുമാറ്റത്തിനെയും കുഴപ്പം കൊണ്ട് തന്നെയാണെങ്കിൽ പോലും അവരുടെ മനസ്സിന് വിഷമങ്ങൾ ഭാരപ്പെട്ടവരെങ്ങനെ ഭാരം തളം കെട്ടി കിടക്കുന്ന പോലെ അവർ വിഷമിക്കുന്നുണ്ട്. അവരുടെ മേൽ കർത്താവ് തീരുമാനമെടുക്കാൻ, അവർക്ക് ആശ്വാസപരമായ നടപടി എടുക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഭാവി ജീവിതം, ഭാവി പഠനം, ഭാവി ജോലി അങ്ങനെയുള്ള വിഷയങ്ങളിൽ വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവരും കുറേ കടങ്ങൾ കുറേ ഏജൻറ്റുമാർക്കും അല്ലാത്തവർക്കൊക്കെ കുറേ പൈസ ജോലിക്ക് വേണ്ടി കൊടുത്തു, അതെല്ലാം കൈമോശം വന്നു പോയി, ഒന്നും കിട്ടപ്പോരില്ലാതെ ഇപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ് സത്യമാണെങ്കിലും കൊടുക്കാൻ കാശില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. ഇങ്ങനെ സന്ധിപ്പില്ലാത്ത മക്കളെ ഈ നിമിഷം കർത്താവരെ കെട്ടുകളെ ഈശോ ഞാൻ അഴിച്ചു മാറ്റുന്നു. മാരകമായ വിഷമം അനുഭവിച്ച് വേദനിക്കുന്നവരെ അവരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോലീസ് വഴക്കുകൾ, അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത മാനസികാവസ്ഥകളെ കർത്താവിൻ്റെ നാമം നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് ഒഴുകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിത ഭാരങ്ങൾ, ജോലി ഭാരങ്ങൾ, അതുപോലെ തന്നെയുള്ള ഉത്തരവാദിത്വത്തിന് മേലുണ്ടാകുന്ന നമ്മുടെ മേലെ ചുമത്തുന്ന ഭാരങ്ങളെ എല്ലാ ആശ്വാസങ്ങളും യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവസ്ഥരെ നീക്കുവാമേ. എൻ്റെ മക്കളെ, പിന്നെ ഉണ്ടല്ലോ ആധ്യാത്മിക ജീവിതം ഉണ്ടല്ലോ, നമ്മളൊന്ന് അല്പം ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര സൂപ്പറാണ്. അതിൻ്റെ അതിലെ ഘടകങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ കുർബാനയ്ക്ക് ഇൻട്രോഡക്ഷൻ കൊടുക്കാൻ നേരത്തെ കർത്താവ് പറഞ്ഞതാണ്. എബ്രാഹത്തിൻ്റെ ജീവിതം നോക്കിയാൽ നമുക്കിതിൻ്റെ അസ്ഥിവാരം അറിയാൻ പറ്റും. ആധ്യാത്മിക ജീവിതത്തിൻ്റെ അസ്ഥിവാരം. എബ്രാഹത്തിനോട് ദൈവം എന്താ പറഞ്ഞത്? 1 വിട്ടുപോരുക, 2 എന്താണ്? തിരിച്ചു പോകരുത്, 3 എന്താണ്? എൻ്റെ മുമ്പാകെ നിൽക്കുക, വിശുദ്ധി പാലിക്കുക. അത്രേ ഉള്ളൂ. ഉൽപ്പത്തി 12:1 കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഇനി ഉൽപ്പത്തി 24:5-6
അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് റബേക്കയ്ക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രാഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. പെണ്ണ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തിരിച്ച് പഴയ പാപത്തിന്റെ ലോകത്തേക്ക് തിരിച്ചു പോകരുത്. അതാണ് വിഷയം. ഉൽപ്പത്തി 24:8. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. അപ്പൊ രണ്ട് കാര്യങ്ങളില്ലേ. ഒന്ന്, വിട്ടുപോരുക, ദൈവത്തെ നിരക്കാത്ത ജീവിതാവസ്ഥകളിൽ നിന്ന് വിട്ടുപോരുക. രണ്ടെന്താണ്, അത്യാവശ്യ കാര്യം വന്നത് മകന് പെണ്ണ് കാണുന്ന ഒരു കാര്യമാണേ. മകന് ജീവിത പങ്കാളിയെ എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ പോലും തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ പെണ്ണ് കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകരുത്. അതാണ് അത് നിങ്ങൾ ഓർക്കും ഇത് പാടല്ലേ? അങ്ങനെയല്ല, പാടാക്കാണ്. ഇതിന് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ അത്യുത്സാഹവും ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദൈവം അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവരികയില്ല. ഈ പല ആൾക്കാർക്ക് ഈ അവസ്ഥകൾ വരണത് എന്താണെന്നറിയാവോ? പാപത്തിലേക്ക് പോകാനുള്ള അവസ്ഥകളും അതുപോലെ തന്നെ ജീവിത ചൈതന്യം നഷ്ടപ്പെടുത്താനുള്ള അവസ്ഥകൾ ആർക്കാ വരുന്നത്? ആ നഷ്ടപ്പെടുത്തിയിട്ടും ആ ചൈതന്യം ഉണ്ടായിട്ടും വലിയ കഥയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ്, അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്കാണ് അതുപോലെ നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെട്ടാൽ എൻ്റെ ദൈവികമായ ചൈതന്യം നഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവൻ പോകുന്ന പോലെയാണ് തോന്നുന്ന ആൾക്കാരില്ലേ, അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് പ്രൊട്ടക്ഷനുണ്ട്, ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ കാലങ്ങളിലാണ് ഉണ്ടാകുന്ന എല്ലാ പാപവും പാപകരമായ ജീവിതവും അതെല്ലാം എന്താ പറയുന്നത്, നമ്മുടെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ വീഴണത് അതിൻ്റെ അകത്ത്. അപ്പം അതിനാണ് നമ്മളൊരു ബലം പ്രയോഗം എന്ന് പറയണത്. ബലപ്രയോഗം എപ്പോഴും നടത്തേണ്ടി വരും. അല്ല ഈസി എന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ടാണ് പറഞ്ഞെങ്കിലും ഈ ബലപ്രയോഗം ഉണ്ടാകും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, സ്ഥാപകനാൻ്റെ കാലം മുതൽ ഇന്ന് വരെ ദൈവരാജ്യം ബലവശമായിരിക്കുന്നു, ബലം പ്രയോഗിക്കണം എന്നാൽ പ്രവേശിക്കുന്നു. മത്തായി 11:12 സ്നാപയോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ, അതായത് അനുതാപത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായത് അന്ന് പോലെയാണ്. പുതിയ നിയമപ്രകാരം അനുതാപത്തെക്കുറിച്ച് ഔദ്യോഗികമായി ദൈവത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുള്ള സ്ഥലമില്ലേ, അന്ന് മുതലാണ് ഈ ബലം പ്രയോഗം വരുന്നത്. അത്രയും ബലപ്രയോഗം പണ്ടില്ലായിരുന്നു, മനസ്സിലായില്ലേ? പുതിയ നിയമം ബലപ്രയോഗത്തിൻ്റെ പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ. പഴയ നിയമത്തിലും ബലമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എബ്രാഹത്തിനോട് പറയുന്നുണ്ട്, എന്താ പറയണത്? ഇപ്പം നീ വിട്ടുപോരുക, തിരിച്ചു പോകരുത്, പിന്നെ എന്താണ്, എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറ്റം ചെയ്യാത്ത മനുഷ്യരുണ്ടോ? കുറ്റം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ ആൾക്കാർക്കെല്ലാം ഇങ്ങനെ കുറ്റം ചെയ്യേണ്ടി വരണം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കുറ്റം ചെയ്താലും കുഴപ്പമില്ലെന്ന് ഉള്ളിൽ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടാണ്. കുറ്റം ചെയ്യണ കുഴപ്പമാണെന്ന് നിലപാടെടുത്തു കഴിഞ്ഞാലേ നമുക്ക് കുറ്റം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെയിൻ വിഷയം. അതിൻ്റെ ഒരു സംശയമില്ല. ഇപ്പം എൻ്റെ കൂടെയുള്ള വിജയകുമാർ സാറും ജോമോളെന്നൊക്കെ പറഞ്ഞാൽ കുർബാന ഒരിക്കലും മുടക്കത്തില്ല. ഞാനും വിജയകുമാർ, ജോമോള് കുർബാന
അടുത്ത വണ്ടിക്ക് എറണാകുളത്തെങ്കിലും പോയി രാത്രി എപ്പോഴാണ് കുർബാന ഉള്ളത് ആ കുർബാനയൊക്കെ അപ്പോൾ കൂടിയിരിക്കും. അപ്പോൾ കുർബാന കൂട്ടിലെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കണം എല്ലാ കുർബാനയും കഴിപ്പോ. കുർബാന കൂട്ടിലെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അവർക്ക് എല്ലാ കുർബാനയും മുടങ്ങും, ഞായറാഴ്ച കുർബാനയും മുടങ്ങും. വിജയകുമാർ അങ്ങനെയാണ്. വിജയകുമാർ എൻ്റെ ഇവിടെ എവിടെ വന്നാലും ആദ്യം അവിടെ കുർബാന സെറ്റ് ചെയ്യുക. അവിടെ ഏത് രാജ്യത്ത് പോയാലും അവിടെ ആദ്യം ചെല്ലുമ്പോൾ കുർബാന ചെല്ലാനുള്ള പരിപാടി പുള്ളി എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും. ഒരച്ഛനെ കിട്ടിയാലും ശരി, ആ അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്ക് വേണ്ടി കുർബാന ചൊല്ലിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പുള്ളിക്കാരൻ്റെ മാത്രം കുർബാന. ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ കുർബാന ചൊല്ലിയപ്പോൾ ആ അച്ഛന് ഏതാണ്ട് 2000-3000 രൂപ കൊടുത്തു. എന്തിനാണെന്നറിയാമോ? അങ്ങനെ അന്ന് കൂടുതൽ കുർബാന കൂടിയില്ല. അപ്പോൾ ഞങ്ങൾ ശങ്കരത്ത് തൊട്ട് തമിഴ്നാട്ടിൽ പോയപ്പോൾ ആ അച്ഛനെ പ്രൈവറ്റായിട്ട് കണ്ടപ്പോൾ അച്ഛൻ സഹായിക്കണ അച്ഛൻ എന്ന് കുർബാന കൂട്ടി വെച്ചാൽ എനിക്ക് വേണ്ടി കുർബാന 20 രൂപ അച്ഛൻ ചോദിക്കുക. ആദ്യം ചെലുത്തി കൊടുത്ത് ഒരു ഗിഫ്റ്റ് കൊടുത്ത് ആ അച്ഛന്. അപ്പം അതെന്ന് വെച്ചാൽ അപ്പം നമ്മൾക്ക് കുർബാന മിസ്സാകരുതെന്ന് വിചാരിച്ചാൽ മിസ്സാകത്തില്ല. മിസ്സായാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ മിസ്സായിക്കൊണ്ടേ ഇരിക്കും. അതുപോലെയാണ് ഈ പാപത്തിൻ്റെയും കുറ്റത്തിൻ്റെയും അവസ്ഥ. പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല, ചെയ്താലും കുഴപ്പമില്ല. എന്താ നമ്മൾ ദൈവം കള്ളം കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ ലൈസൻസ് എടുക്കത്തില്ല പാപം ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്ക് പാപമേ ചെയ്യത്തുള്ളവർ. അപ്പം അത് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. താങ്ക് യു. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. അമ്മയുടെ സാന്നിധ്യത്തിൽ ഉള്ളപ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കണം, എപ്പോഴും സന്തോഷമായിരിക്കണം. നിങ്ങളെ പ്രശ്നങ്ങളും സഹനങ്ങളൊക്കെ അതെല്ലാം അമ്മ ഏറ്റെടുത്തിരിക്കുക, ഒരു ബോധ്യം ഉണ്ടാകണം. അതില്ലാതെ എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ എല്ലാ കുർബാനയ്ക്കും എല്ലാ കൊന്തയിലും ഞാനിവിടെ ഈ 2-ാം ചൊവ്വാഴ്ച പ്രത്യേകിച്ച് ഞാൻ വന്ന ദിവസം എല്ലാവരെയും പ്രാർത്ഥിക്കും. എന്നാലും ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളവരെ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്, ഈ ഭജനം പറയാൻ ഇച്ചിരി ടെൻഷനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിക്കും, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവർക്ക് എല്ലാവർക്കും കൃപ കിട്ടണേ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം അമ്മ മാതാവേ നീ കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുമാത്രമല്ല, എനിക്ക് അനുഭവമുള്ളത് നമ്മളെ എന്തൊക്കെ കുറവുകളുണ്ടോ അതെല്ലാം വചനം കേൾക്കാതിരിക്കുമ്പോൾ ആ കുറവൊക്കെ ദൈവം അത് നികഴ്ത്തും, അത് നിറച്ചു തരും. എന്താ കാര്യമെന്ന് വെച്ചാൽ വചനം കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം. അപ്പോൾ വചനം കൊണ്ട് സൃഷ്ടിച്ച നമ്മളെ ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ, ജീവിതയാത്രയിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, കൃപയായിട്ടും അനുഗ്രഹമായിട്ടും നമുക്ക് കുറവ് വരുമ്പോൾ അത് ആ വചനം കൊണ്ട് തന്നെ ദൈവം അതിനെ ശരിയാക്കി തരും. അപ്പോൾ ഞാനെൻ്റെ ചെറുപ്പകാലത്ത് ഈ വചനം ശക്തിയാണെന്നുള്ളത് എനിക്കെങ്ങനെയാണ് ബോധ്യമായതെന്ന് വെച്ചാൽ, റോമ 1:16 വചനം പറയുക, വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹെബ്രിയ 4:12 വചനം ശരീരത്തിൽ കൂടി കടന്നു പോവും, മനസ്സിൽ കൂടി കടന്നു പോവും, പിന്നെ ആത്മാവിൽ കടന്നു പോവും. അപ്പോൾ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവിടെ കടന്നുപോയി അതിന് സൗഖ്യം കൊടുക്കും. വചനം ശരീരത്തിന് സൗഖ്യം കൊടുക്കും, ആത്മാവിന് സൗഖ്യം കൊടുക്കും. വചനത്തോടുള്ളൊരു ദാഹം ഉണ്ടാകണം. ഞാൻ പണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എനിക്ക് അമ്മയോട് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ പ്രാർത്ഥന ഒന്നും അറിയില്ല. അപ്പോൾ പണ്ട് എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക, വീട്ടിലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ അത് ഞാൻ കുറേ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പാർട്ട് ടൈമായിട്ട് ഒരു ജോലി കിട്ടിയായിരുന്നു, അത് അമ്മ തന്നെ തന്നതാണ്.
മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് എനിക്കൊരു ജോലി പാർട്ട് ടൈമായിട്ട് എനിക്ക് വേണ്ടി തന്നത്. അങ്ങനെ ജോലി കിട്ടിയപ്പോൾ എനിക്ക് നല്ല മര്യാദയ്ക്ക് സംസാരിക്കാമെന്നും അറിയില്ല, നല്ല ഡ്രസ്സില്ല. മെഡിക്കൽ റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഷൂ ഒക്കെ ഇട്ടാണ് പോകുന്നത്, ഷൂവും ടൈയൊക്കെ കെട്ടി പോവും. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഷൂ ഒന്നുമില്ല, ഒരു ചെരുപ്പ് ഇട്ടുകൊണ്ട് ഒരു ബാഗ് അവർ തന്നായിരുന്നു. പാർട്ട് ടൈം അല്ലേ, ശമ്പളം കുറവാണ്, ദിവസം 10 രൂപയുള്ളൂ ശമ്പളം, 300 രൂപ ശമ്പളമാണ്. പ്രൈസ് ലോർഡ്. ഈ വചനത്തെക്കുറിച്ച് ഞാൻ പറയുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വലിയ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ എനിക്ക് വലിയ നാണക്കേടാണ്. അപ്പോൾ അവരെനിക്ക് ചെറിയ 2-3 ദിവസം ട്രെയിനിങ് തന്ന ഇങ്ങനെ ഡോക്ടറോട് പോയി സംസാരിക്കണമെന്ന്. അവിടെ സിസ്റ്ററോട് എനിക്ക് സംസാരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ ഉൾപ്രദേശമൊക്കെ ഉണ്ടല്ലോ, ചെറിയ ക്ലിനിക്കൊക്കെ ഉണ്ട്, അവിടെ പോയി ഡോക്ടറെ കാണാമെന്ന് വെച്ച് ഞാൻ വരുന്ന സ്ഥലമൊക്കെ ഈ അരൂർ ഭാഗം, അരൂർ, ചന്ദ്രൂർ, എരമല്ലൂർ ഈ ഭാഗത്തേക്ക് വരും. ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ട് ഇവിടെ, നിക്കോളാസ് ഹോസ്പിറ്റൽ, ചന്ദ്രൂരൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഭാരത് ഹോസ്പിറ്റൽ, പിന്നെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന് ഡോക്ടർ ഡേവിഡിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ വരുമായിരുന്നു. പ്രൈസ് ലോർഡ്. ഒന്ന് സ്തുതിക്കാമോ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അവിടെ വന്നിട്ട് ഒന്ന് തട്ടി മുട്ടി ഇംഗ്ലീഷും മലയാളമൊക്കെ കൂട്ടി ഡോക്ടറോട് സംസാരിക്കും. പോകുമ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് പറയുന്നത്, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് വീട്ടിൽ, വേറെ ഒരു നിവൃത്തിയില്ല. എൻ്റെ ഈ കമ്പനിയുടെ മരുന്ന് എഴുതിയാൽ എനിക്ക് ഈ 10-300 രൂപ ശമ്പളം കിട്ടും, ഇല്ലെങ്കിൽ ജോലി ഇരുന്ന് പറഞ്ഞുകൂടും, എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്ന് ആ രീതിയാണ് പറയണം, മരുന്നിനെക്കുറിച്ചില്ല പറയണം. എന്നിട്ട് ഡോക്ടർ എന്നെ പഠിപ്പിക്കും, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്ന്. അപ്പോൾ അതിൽ ഈ ഡേവിഡ് ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൽ ചന്ദ്രൂരിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, ഒരു ചെറിയ ബിൽഡിങ്. അങ്ങേരായിട്ട് തന്നെ അത് ചന്ദ്രൂരിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങേര് എന്നോട്, ഞാൻ ഇവിടെ പോയി ഇങ്ങനെ എൻ്റെ മരുന്നൊന്ന് എഴുതണേ. അപ്പോൾ ഒരു ഡോക്ടർ എഴുതി കഴിഞ്ഞാൽ ഈ ഡോക്ടർ എഴുതണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ഡോക്ടറോട് പോയി ഞാൻ പറയും. ആ ഡോക്ടറൊക്കെ എന്നെ സഹായിച്ച്, സാർ കൂടി സഹായിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് മെഡിക്കൽ റിപ്പൊന്നും അറിയില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ ഡേവിഡ് ഡോക്ടർ ഇതെല്ലാം കണ്ടിട്ട്, അങ്ങേരൊരു പെൻഡോകോസ്റ്റുകാരനാണ് ആ ഡോക്ടർ, പ്രോട്ടസ്റ്റൻ്റാണ്. അപ്പോൾ എനിക്ക് ഈ ക്രിസ്ത്യാനിയിൽ കത്തോലിക്ക് എന്താണ്, പെൻഡോകോസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. എല്ലാം ക്രിസ്ത്യാനികളാണ്, എല്ലാം ഈശോനെ വിശ്വസിക്കണം, അമ്മ മാതാവിൽ വിശ്വസിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ എന്നോട് വളരെ സ്നേഹമായിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്ത് എന്നോട് പറഞ്ഞ്, ഞായറാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾക്ക്, അവിടെ വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എന്നെപ്പോലെ ഒരു സാധാരണക്കാരനെ ഇരുത്തി ഡോക്ടർ ഒരു മീറ്റിങ്ങിനൊക്കെ വിളിക്കുകയാണ്, എന്നിട്ട് എനിക്ക് കുറച്ച് മരുന്നിൻ്റെ ഓർഡറും തന്നു. അപ്പോൾ ഡോക്ടറായിട്ട് നല്ലൊരു കണക്ഷനായി കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മീറ്റിങ്ങിന് പോയി. അത് YMCAയിലാണെന്ന് പറഞ്ഞു, അവിടെ ഷെണോയ്സിൻ്റെ അവിടെ ഒരു YMCA ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ്. അന്ന് എനിക്കൊന്നും അറിയില്ല. അവിടെ പോകുമ്പോഴത്തേക്കും അവിടെ പറയുന്നത് അത് പെൻഡക്കോസ്റ്റ് മീറ്റിങ്ങാണ്, ബൈബിൾ വചനവും അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്കതൊന്നും മനസ്സിലാകില്ല, ആദ്യമായിട്ട് ബൈബിൾ കേൾക്കുകയല്ലേ. ഒരു ചെറിയ ബൈബിളുണ്ട്, പക്ഷേ എന്നാലും ഈ വചനം ഇങ്ങനെ വിസ്തരിച്ച് കൊടുക്കുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല. അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കും. ഞാൻ പോയിട്ട് ഡേവിഡ് ഡോക്ടറെ അവിടെ കാണുമ്പോഴത്തേക്ക് ഡേവിഡ് ഡോക്ടർ എന്നെ കാണുന്ന രീതിയിൽ അങ്ങേറെ സീറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കും. ഞാൻ എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. 1-1.5 മണിക്കൂർ അവിടെ മീറ്റിംഗാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മീറ്റിംഗ് കഴിയുമ്പോൾ എല്ലാവരും കൈയൊക്കെ കൊടുക്കും. ഞാൻ ആദ്യം പോയി ഡേവിഡ് ഡോക്ടറിനെ കൊടുക്കും. അങ്ങനെ കുറേ പേര് ഇങ്ങനെ അവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തും. അങ്ങനെ എന്നെ എല്ലാ ആഴ്ചയും പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിന് വേണ്ടി ഞാൻ പോയി, ഡോക്ടർ എനിക്ക് കുറേ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ 200 ഡോക്ടറെ ഇങ്ങനെ പരിചയപ്പെടുത്തി തന്നു. അതിന് വേണ്ടി തന്നെ ഞാൻ പോകും എല്ലാ ആഴ്ചയും. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെ ഒന്നും മനസ്സിലാകില്ല. ഉറക്കം വരും, നല്ല ഉറക്കം വരും. കാലത്ത് പോകുമ്പോൾ അവർ പാട്ടൊക്കെ പാടി 1.5 മണിക്കൂർ വചനം പറയുക അവർ. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും
ഞായറാഴ്ച കാലത്തെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയും അവിടെ എത്തണമെന്നൊരു തോന്നലായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുമാത്രമല്ല, റോമ 10:17 കേൾവിനാൽ നിനക്ക് വിശ്വാസം ഉണ്ടാവും, വചനം കേൾക്കുമ്പോൾ വിശ്വാസം നിനക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ കയ്യിലൊരു മാതാവിൽ വിശ്വസിക്കില്ലെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും വെളങ്ങണി മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ പോക്കറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകും. എപ്പോഴും പോക്കറ്റിലാണ്, ഫ്രണ്ടിലാണ്. അപ്പോൾ അത് കുറച്ച് ഭാഗം മുകളിലേക്ക്, ആ ഫോട്ടോ മുകളിലേക്ക് ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഡോക്ടർ ഒരു പ്രാവശ്യം ചോദിച്ച്, എനിക്കത് മനസ്സിലായില്ല, മാതാവിനോടാണ് പ്രാർത്ഥിക്കണേ, ഈശോയോടത്ത് ഡയറക്റ്റ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഈശോടത്ത് ഡയറക്റ്റ് പ്രാർത്ഥിച്ചാൽ ഞാൻ വിചാരിച്ചത് ഈശോടത്തും പറഞ്ഞ് മാതാവിനോടും പറഞ്ഞാൽ രണ്ടുപേരോട് പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരാൾ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നെ പോക്കറ്റ് വെച്ചുകൊണ്ട് വരും. അവർ ഇതൊന്നും പറഞ്ഞില്ല, പെന്റക്കോസ്റ്റാണ്, മാതാവിൽ വിശ്വസിക്കില്ല, അതൊന്നും എന്നോട് അവർക്കത് തോന്നിയില്ല പറയാൻ. ഞാനിങ്ങനെ പോവും. പക്ഷേ ഇത് അന്ന് വചനം കേട്ടപ്പോൾ വിശ്വാസം എനിക്ക് അവിടെ ഇരുന്ന് ഉണ്ടായത് കൂടുതലാണ്. മാതാവിനോട് വിശ്വാസം ഉണ്ടായി, പക്ഷെ വചനത്തോടും ഈശോയോടും വിശ്വാസം അവിടെ ഇരുന്ന് ഉണ്ടായത്. അതുമാത്രമല്ല, അന്നത്തെ വിശ്വാസം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം വചനം കേൾക്കാനിരിക്കുമ്പോൾ അത് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവത്തിനെ ഏൽപ്പിക്കുക. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ മെഡിക്കൽ ട്രിപ്പൊക്കെ വിട്ട് പിന്നെ അവിടെ പോയില്ല, അവിടെ പോകാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോഴും എനിക്ക് കൃപാസനമൊന്നും അറിയില്ല, അന്ന് കൊന്തുചൊല്ലൊന്നും അറിയില്ല. പക്ഷേ വീട്ടിലോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ, ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, പണ്ട് കാലത്ത് ആദ്യകാലത്ത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുമ്പോൾ, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് എനിക്കൊരു ബൈക്ക് ഉണ്ടായി. ബൈക്ക് എടുത്തിട്ട് ഞാൻ ഈ വെളി വഴി സൗദി ഇങ്ങനെ ചെല്ലാനും വഴി ഇങ്ങനെ കറങ്ങും. അതെനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ മനസ്സ് വിഷമിക്കുമ്പോൾ എവിടെയെങ്കിലും ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ, ധ്യാനം നടക്കുകയാണെങ്കിൽ അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോകും. പ്രൈസ് ദി ലോർഡ്. അത് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ഭാഗത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും പള്ളിയിലോ എവിടെയെങ്കിലും ധ്യാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കറങ്ങി കിടക്കും. ധ്യാനം ഉണ്ടാകുന്ന ദാഹത്തോടെ കറങ്ങി കിടന്ന ഒരു കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദാഹം നമുക്കെപ്പോഴും ഉണ്ടാകണം. വചനം കേൾക്കാൻ ഒരു ദാഹം ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സഹനം വരുമ്പോൾ അതൊരു ദാഹമാണ്. അത് തീർക്കണമെന്നുണ്ടെങ്കിൽ വചനം തന്നെ ഭക്ഷിക്കണമോ. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കാൻ പോകണം, ബൈബിൾ വായിക്കണം, ബൈബിൾ വായിക്കണം. പിന്നെ പ്രാർത്ഥിക്കാൻ അറിയണം. പ്രാർത്ഥിക്കാൻ അറിയണത് അത് പലവരും കൗൺസിലിങ്ങിൽ എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ് അത് അനുഭവം വെച്ചാൽ അത് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ്. എപ്പോഴും സിമ്പിളാണ്. ഈശോ പറയുന്നത്, എനിക്കിത് ആഗ്രഹമുണ്ട് പിതാവേ, പക്ഷേ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി. ലൂക്ക 22:42 ഈശോ അത് പറയുന്നത്. ഈശോ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിതാവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയണം, അത് നീ തന്നാൽ മതി. എനിക്ക് ആവശ്യമുള്ളത് നിനക്കറിയാം, നീ തന്നാൽ മതി. എനിക്ക് ആവശ്യമുള്ളത് ഇതൊക്കെയാണ്, പക്ഷെ നീ തന്നാൽ മതി. അത് ഒരു കടയിൽ പോകുമ്പോഴത്തേക്കും ചെറിയ കുട്ടി അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അച്ഛൻ പറയാം, നിനക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ് കുപ്പിയിരുന്ന് എടുത്തോന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ള കൊച്ചെന്താ പറയുക, ഞാൻ എടുക്കില്ല, അച്ഛനെടുത്ത് തന്നാൽ മതി എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അച്ഛൻ്റെ കൈ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കൈ ചെറുതാണ്. ദൈവം നമുക്ക് തരുമ്പോൾ വലുതായിട്ട് തരും.
നമ്മൾ ചോദിച്ച് നമ്മളായിട്ട് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ആകെ കൂടെ നമ്മളെ കൈ ചെറുതാണ്, ഇത്രയും എടുക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ അന്ന് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തേച്ചെങ്കിൽ ഇന്ന് വല്ല ഗവൺമെൻറ് ജോലിയിലും ചെറുതായിട്ട് പോകുമായിരുന്നു. പക്ഷെ കിട്ടാതെയാവുമ്പോൾ അത് അമ്മ മാതാവ് പഠിപ്പിച്ചതാണ്. അന്ന് പ്രാർത്ഥന അറിയില്ലെങ്കിലും അമ്മയുടെ കൂടെ ചേർന്ന് നടക്കുമ്പോൾ അമ്മ പഠിപ്പിച്ചതാണ്. അപ്പനോട് ചോദിക്കുക, അപ്പൻ്റെ കൈ വലുതാണ്. അപ്പോൾ ഒന്നുമില്ലായ്മ സ്വപ്നം പോലും കാണാൻ പറ്റില്ല ഇന്നത്തെ ജീവിതവും ഇന്നത്തെ ബിസിനസ്സും ഇന്നത്തെ എല്ലാ കാര്യവും. പക്ഷെ അപ്പനോട് ചോദിച്ചപ്പോഴത്തേക്കും അപ്പൻ്റെ കൈ വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ കൈ കൊണ്ട് എടുക്കാൻ ശ്രമിക്കും, എന്നിട്ട് അത് തികഞ്ഞില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൻ്റെ കയ്യിൽ നിന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണതിൻ്റെ എത്രയോ ഇരട്ടിച്ചത് നമുക്ക് തരുകയും ചെയ്യും. അത് ഒരിക്കലും തീരെയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. എന്നിട്ട് ഇത് ഈശോനെക്കുറിച്ച് നമുക്ക് എപ്പോഴും വചനം കേൾക്കുമ്പോൾ, നമ്മൾ വചനം കേൾക്കാതിരിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ ഈശോയുടെ സ്വഭാവം പഠിക്കാൻ പറ്റണം. അത് ശ്രമിക്കണം. ഈശോയ്ക്ക് ഏതൊക്കെ കാര്യമാണ് ഇഷ്ടം, ഈശോ എന്താ അന്വേഷിക്കുക, ഈശോ എന്താ പ്രതീക്ഷിക്കുക നമ്മളുടെ അടുത്തുനിന്ന്, അത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ അതനുസരിച്ച് നടക്കുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ പറയുക, ദൈവത്തിന് നമ്മളോടുള്ള വിശ്വാസം കൂടും. നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം പോലെ തന്നെ ദൈവത്തിന് നമ്മളോടൊരു വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ എണ്ണത്തിൽ നമ്മളും കൂടി വരണം. ആ ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടാകണം. ദൈവം ഒരു ലിസ്റ്റ് വയ്ക്കും. എനിക്ക് വിശ്വാസമുള്ള മക്കൾ, പിള്ളേർ, എൻ്റെ മക്കൾ, എനിക്ക് വിശ്വാസമുള്ളവർ. പ്രൈസ് ദി ലോർഡ്. 2 ലിസ്റ്റുണ്ട്. ദൈവം 2 ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു ലിസ്റ്റ് നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം, ഇവനിക്കൊക്കെ എന്നോട് വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിർബന്ധമില്ല ദൈവത്തിന് നമ്മളോട് വിശ്വാസം ഉണ്ടാകുമെന്ന് നിർബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ലിസ്റ്റാണ്, അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. ആ ലിസ്റ്റ് ദൈവത്തിന് നമ്മളോടുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 1 മാസമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ പറയാനുള്ള മെസ്സേജ് എന്തെങ്കിലും പ്രാർത്ഥിക്കുക. അവിടെ വെള്ളിയാഴ്ച അവിടെ മെസ്സേജ്, പക്ഷേ അവിടെ എനിക്ക് അത്രയും ടെൻഷനില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ, തമിഴും മലയാളവും പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൽ കുറേ പ്രാർത്ഥിക്കും. കുറേ സിസ്റ്റേഴ്സോട് ഞാൻ പറയും, തമിഴ് കയറി വരും. അവിടെ പിന്നെ കുഴപ്പമില്ല, അവിടെ വന്നാലും നമ്മുടെ ഗ്രൂപ്പ് അവർക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും സമർപ്പിച്ചിരിക്കുക. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അത് നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകുന്നത് ഞാൻ ഉറപ്പ് തരാം. അത് അവസാനം ഞാൻ കൈപൊക്കാൻ പറയുമ്പോഴത്തേക്കും തന്നെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളെ വിഷമങ്ങൾ മാറും. അത് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവമാണ്. എവിടെയൊക്കെ ഞാൻ വചനത്തിൽ കയറി ഇരുന്നിട്ടുണ്ടോ, നമ്മളറിയാതെ നമ്മളേക്ക് ശക്തി ഇറങ്ങി വരും. ദൈവം ഉറപ്പ് തരയാണ്, ഞാനുണ്ട് കൂടെ, ഞാൻ നോക്കിക്കോളാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ യേശുയുടെ സ്വഭാവം, യേശു ക്രിസ്തുവിടെ സ്വഭാവം നമ്മൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ലൂക്ക 8-ാം അധ്യായം 23-ലിരുന്ന് 25 വരെ നോക്കിക്കഴിഞ്ഞാൽ, അത് വീട്ടിൽ പോയി വായിച്ചാൽ മതി. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. എപ്പോഴും വരുമ്പോൾ, നമ്മൾ ഒരു ധ്യാനത്തിന് വരുമ്പോഴത്തേക്കും, വചനം കേൾക്കാൻ വരുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാകണം. ശ്രദ്ധിക്കുക, നിങ്ങൾ വചനത്തിൻ്റെ പുസ്തകം, മെസ്സേജ് ബുക്ക് എന്ന് പറഞ്ഞ് എഴുതി വെക്കണം, അല്ലെങ്കിൽ പ്രെയർ ബുക്ക് എന്ന് പറഞ്ഞ് എഴുതി വെക്കണം. പ്രൈസ് ദി ലോർഡ്. അത് എഴുതി വെക്കേണ്ടത് ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യം, നിങ്ങൾ ദൈവത്തോട് സംസാരിച്ച കാര്യം. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോഴും ഞാൻ അന്ന് ഈശോ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ ഈശോ എന്നോട് എന്താ സംസാരിച്ചത്, അത് പലവരും പല രീതിയിൽ ദൈവം നമ്മളോട് സംസാരിക്കും. വചനം വഴി, ബൈബിൾ വഴി സംസാരിക്കും. ഏറ്റവും കൂടുതൽ എന്നോടൊക്കെ ബൈബിൾ വഴിയാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഇല്ലെങ്കിൽ ഇതുപോലെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം സംസാരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാർ വഴി സംസാരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ടവരോട് വഴി നിങ്ങളോട് സംസാരിക്കും. ഇല്ലെങ്കിൽ അടയാളങ്ങൾ വഴി ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് കാത്തിരിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ
അങ്ങോട്ട് മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. അപ്പോൾ ആ പുസ്തകത്തിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ ദൈവത്തോട് ഇത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്പേസ് വിട്ടുവെക്കുക. ഉറപ്പായിട്ട് ദൈവം സംസാരിക്കും. ദൈവമേ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി, മിനിയാന്ന് പറഞ്ഞ കാര്യം എന്തായി, നീ എനിക്ക് ഉത്തരം നൽകിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഉറപ്പായിട്ട് ദൈവം സംസാരിക്കും. അത് അനുഭവമാണ്, അത് എഴുതി വെക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മൾ മറന്നു പോകുമ്പോൾ അനുഭവം മറന്നു പോകുമ്പോൾ പിന്നെ നമ്മുടെ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് വിശ്വാസം ഇല്ലാതെ പോകും. പഴയ അനുഭവമാണ് വിശ്വാസമായിട്ട് സ്റ്റോക്ക് ചെയ്ത് നമ്മൾ വെക്കേണ്ടത്. ഭാവിയിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആ അനുഭവം ഓർത്ത് നോക്കണം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസം കൊടുത്തിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കിട്ടുന്ന അനുഭവമൊക്കെ നമ്മൾ അപ്പം തന്നെ കളഞ്ഞു പോവും. വിശ്വാസം അതിൻ്റെ കൂടെ പോവും. ഭാവിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ കയ്യിൽ കാലിയാണ്, പൈസയൊന്നുമില്ല, വാങ്ങിച്ചെടുക്കാൻ ഒന്നും ഇല്ലാതായി പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും അനുഭവം സൂക്ഷിക്കുക, എഴുതി വയ്ക്കുക. ദൈവത്തോട് സംസാരിച്ചപ്പോഴത്തേക്കും ദൈവം എനിക്ക് തന്ന അനുഭവം, ദൈവം എന്നോട് സംസാരിക്കുന്നതാ, പ്രവർത്തിക്കുന്നതാണ് അനുഭവം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കൂടെ വിശ്വാസം വളരും. അപ്പോൾ ദൈവത്തിൻ്റെ ചില രീതികളുണ്ട്. ലൂക്ക 8:23 നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈശോ ശിഷ്യന്മാരുടെ കൂടെ എവിടെ പോകും? വഞ്ചിയിൽ കയറി പോവുക, അക്കരയ്ക്ക് പോവുക. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. ശിഷ്യന്മാരുടെ കൂടെ പോകുമ്പോഴത്തേക്കും ട്രെയിനിങ് കൊടുക്കണ പരിപാടിയാണ്. എപ്പോഴും പഠിപ്പിക്കും. നമ്മളെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വഞ്ചി കയറി ഉടനെ ഈശോ എന്താ ചെയ്യുക? അവിടെ കൊടുങ്കാറ്റ് വന്ന്, പക്ഷേ ഈശോ കൊടുങ്കാറ്റിലാണ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റ് വരും. ആ സമയത്ത് നമ്മൾ ഈശോനെ വിളിക്കുമ്പോൾ ഈശോ സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ഉറങ്ങുന്ന സമയത്തേ കൊടുങ്കാറ്റ് വരുള്ളൂ. അപ്പോൾ ഈശോ ഉറങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനാണ് ഉറങ്ങുന്നത്? നമുക്ക് പരിശീലനം തരാനാണ്, ട്രെയിനിങ് തരാനാണ്, അനുഭവം തരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പല കൊടുങ്കാറ്റ് കൊടുങ്കാറ്റിൻ്റെ പ്രശ്നം എന്താ? പ്രതീക്ഷിക്കാതെ വരും. അത് എല്ലാം ശാന്തമായിരിക്കും, എല്ലാം ഇപ്പോൾ വലിയ സന്തോഷമാണ്, എല്ലാ പ്രശ്നവും തീർന്ന്, ഭർത്താവ് മദ്യപാനം നിർത്തി ജോലിക്ക് പോകാൻ തുടങ്ങി, എൻ്റെ കടം തീർന്ന്, മക്കൾ കുഴപ്പമില്ലാതെ പഠിക്കണ്ട്. പക്ഷേ പെട്ടെന്നാണ് കൊടുങ്കാറ്റ് കയറി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്നായിരിക്കും പ്രശ്നം. പണ്ട് ഭർത്താവ് മദ്യപിക്കാൻ മാത്രമേ ചെയ്യുള്ളായിരുന്നു, പക്ഷേ ജോലിക്ക് പോയിട്ട് ചിലവിന് തരുമായിരുന്നു. പെട്ടെന്നായിരിക്കും ഒരു ദിവസം ജോലിയും കളഞ്ഞ് നാടും വീടും വിട്ടുപോയി അങ്ങോട്ട്. എന്നിട്ട് മദ്യപാനവും കൂടുതലാണ്. ആരൊക്കെയോ പറഞ്ഞ് എവിടെയോ കറങ്ങാൻ പോയിരിക്കുകയാണ്, ആരൊക്കെയോ കൂടെ കണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കടനൊക്കെ തീർന്ന് വല്ലവരും സഹായിച്ചെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ബിസിനസ് അങ്ങോട്ട് പൊട്ടിപ്പോകുന്നത് പെട്ടെന്ന്. എന്നിട്ട് ബിസിനസ് പൊട്ടിയത് മാത്രമല്ല, ബാങ്ക് കുറേ കാലമായിട്ട് ചോദിക്കാതെ ഇരുന്നത് അവർ നോട്ടീസ് തന്ന് ഇപ്പം തന്നെ ജപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പ്രശ്നം ഇരിക്കുമ്പോഴാണ് വലിയൊരു അസുഖം സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുക. അതിന് ഇത്രയും കാശ് കെട്ടി വയ്ക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മൾ ജീവിത വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ് ഈശോടൊപ്പം. ഈശോടൊപ്പമാണ് കേട്ടോ. ഈശോ വിട്ടുപോകില്ല, ഈശോ കൂടെ ഉണ്ട്. പക്ഷേ ഈശോ ഉറക്കം നടിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശിഷ്യന്മാരെല്ലാം ഈശോ അടുത്ത് പോയിട്ട് ഈശോയെ ഉണർത്തി കഴിയുമ്പോഴത്തേക്കും ഈശോ എണിച്ചോടനെ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൊടുങ്കാറ്റൊക്കെ നിർത്തും, പക്ഷെ നിർത്തണതിന് മുമ്പ് ഈശോ ഒരു കാര്യം ചോദിക്കും. ഈശോ എവിടെയാണ് നോക്കുന്നതെന്നറിയോ? നമ്മുടെ കയ്യിലേക്ക് നോക്കും. ഈശോ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞ ആദ്യത്തെ ചോദ്യം, നിൻ്റെ വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്. നമ്മളോടും ഈശോ ചോദിക്കും,
ഒരു കൊടുങ്കാറ്റ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നീ ഈശോയേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈശോ ഉറക്കത്തീർന്ന് എണിച്ചിട്ട് നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് എഴുതി വെച്ചോ, നിൻ്റെ വിശ്വാസം എവിടെ? കാണുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കൊടുങ്കാറ്റ് നിൻ്റെ ജീവിതത്തിലേക്ക് തന്നത് നീ വിശ്വാസം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വിശ്വാസം കാണുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വയ്ക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ കയ്യിൽ ഒരു സഹനം വരുമ്പോൾ, ഒരു കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കയ്യിൽ ഈശോനെ വിളിക്കുന്നതിന് മുമ്പ് ഈശോ ഉണർന്ന ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിൻ്റെ വിശ്വാസം എവിടെയാണ്? അപ്പം നമ്മളെ കയ്യിൽ വിശ്വാസം ഉണ്ടാകുന്ന നോക്കണം. പ്രൈസ് ലോർഡ്. ആ വിശ്വാസമാണ് ദൈവത്തിന് ആവശ്യം. ദൈവം ഒരു ചോദ്യം ചോദിക്കും. നീ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നിന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിൻ്റെ വിശ്വാസം എവിടെയാണ്? പ്രൈസ് ലോർഡ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ധ്യാനിക്കേണ്ട വിഷയം, എങ്ങനെ വിശ്വാസത്തെ സമ്പാദിച്ചെടുക്കാം. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒരു സഹനം വരുമ്പോൾ, സഹനം തരുന്നത് ദൈവം എന്തിനാ? സഹനം തരുന്നത് എന്തിനാ? നീ വിശ്വാസം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒരു ടെസ്റ്റ് തരുന്നത് നീ അത് പാസ്സാകാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ലോർഡ്. പാസ്സായില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇനിയൊരു ടെസ്റ്റ് കൂടി ഉണ്ടാവും. പ്രൈസ് ലോർഡ്. അതിലും പാസ്സായില്ലെങ്കിൽ എന്തുണ്ടാവും? പിന്നെയും ടെസ്റ്റ് ഉണ്ടാകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ടെസ്റ്റിൽ തന്നെ നിൽക്കും. ഈ 5ാം ക്ലാസ്സിൽ തന്നെ 10 പ്രാവശ്യം ഫെയിലായ 5ാം ക്ലാസ്സിൽ തന്നെ നിൽക്കും. പിന്നെയും അമ്മ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊടുങ്കാറ്റ് മാറാത്ത നീ ടെസ്റ്റ് പാസ്സായില്ല. പ്രൈസ് ദി ലോർഡ്. ഈശോ ഓരോ പ്രാവശ്യം ചോദിക്കുക, നിനക്കൊരു സഹനം തരുമ്പോൾ, സഹനം തന്നിട്ട് ഒരു കൊടുങ്കാറ്റ് തന്നിട്ട് ചോദിക്കുക, വിശ്വാസം ഇവിടെ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ പ്രശ്നം തീർന്ന്, ഇതോടെ തീർന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനെ ശാന്തമാക്കും. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയിട്ട് ഈശോ പോകും. അത്രേ ഉള്ളൂ. ഈശോ കൂടെ നിൽക്കും, കൊടുങ്കാറ്റിനെ ശാന്തമാക്കും. ഈ ടെസ്റ്റ് നീ പാസ്സായി, ഇനി അടുത്ത ടെസ്റ്റ് നോക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം പ്രശ്നം, നമ്മൾ ടെസ്റ്റിൽ ഫെയിലാകും. ഒരു കൊടുങ്കാറ്റ് വരുമ്പോഴത്തേക്കും, നമ്മുടെ ജീവിതത്തിൽ സഹനം വരുമ്പോഴത്തേക്കും, ആ സഹനം മാത്രം ബാക്കി. ഈശോ ചോദിക്കുന്ന വിശ്വാസം കാണില്ല. ഈശോ കയ്യിലേക്ക് നോക്കും. ശിഷ്യന്മാരോട് അതാ ചോദിച്ചത്. എണിച്ചുടനെ ചോദിച്ചത്, നിൻ്റെ വിശ്വാസം എവിടെ പോയി? നിങ്ങളുടെ വിശ്വാസം എവിടെ? കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കൊടുങ്കാറ്റ് തന്നത് നിൻ്റെ കയ്യിൽ വിശ്വാസം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടാണ്, അത് കാണുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിശ്വാസം സമ്പാദിക്കേണ്ടത്? അത് പ്രഭാഷകൻ സിറാക്ക്, ഇംഗ്ലീഷിൽ സിറാക്ക്, 2-ാം അധ്യായം 2-ാം വചനം. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ 2-ാം അധ്യായം 2-ാം വചനം. പ്രൈസ് ദി ലോർഡ്. അതിൽ സിമ്പിളാണ്, വളരെ ഈസിയാണ്. നമുക്ക് ചെറിയ ചെറിയ കാര്യം പഠിക്കാം. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഒരു മാസം ഞാനിത് പ്രാക്ടീസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു മാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസം സമ്പാദിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈശോ എപ്പോഴും ചോദിക്കും, ഈശോനെ നമ്മൾ വിളിക്കുമ്പോൾ ഈശോ ചോദിക്കുക, എവിടെ വിശ്വാസം? എവിടെ? വിശ്വാസം ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നിനക്ക് സൗഖ്യം കിട്ടുക? നീ ടെസ്റ്റ് പാസ്സാകണ്ടേ? ടെസ്റ്റ് പാസ്സാകുക, നീ വിശ്വാസം സമ്പാദിക്കുക. അത് കഴിഞ്ഞ് നിൻ്റെ കാര്യങ്ങൾ ഞാൻ ശരിയാക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോനെ കൊണ്ട് അസാധ്യം ഒന്നും തന്നെയില്ല, എല്ലാം സാധ്യമാണ്. ഈശോ തന്നെ പിതാവിനെക്കുറിച്ച് പറഞ്ഞിട്ട്, പിതാവേ നിന്നെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ അതാ പ്രാർത്ഥിക്കേണ്ടത്, നിന്നെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രശ്നമില്ല, അതിൻ്റെ അപ്പുറത്തെ പ്രശ്നവും നിന്നെക്കൊണ്ട് സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ദൈവം ചെയ്യാത്തത് എന്താ? ഉറക്കം നടിക്കണത് എന്താ? ദൈവം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താ? ദൈവം നോക്കുമ്പോഴത്തേക്കും, ഉണർന്ന് നോക്കുമ്പോൾ നിൻ്റെ കയ്യിൽ വിശ്വാസമില്ല, ദൈവം പിന്നെയും ഉറങ്ങാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കാണുന്നില്ല നിൻ്റെ കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 2:2 എന്താ ചെയ്യേണ്ടത്? നിൻ്റെ സഹനത്തിൽ നീ ശാന്തമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് സഹനം വരുമ്പോൾ നീ ശാന്തമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശാന്തവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കുക. ദൈവത്തോട് പ്രത്യാശയിൽ നിൽക്കുക, ശാന്തമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു സഹനം വരുമ്പോൾ അപ്പം നീ ഒന്ന് കരയാൻ തുടങ്ങിയാൽ പോയി.
ടെസ്റ്റിൽ ഫെയിലായി, വിശ്വാസം പോയി, ചോർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉൾക്കണ്ട വന്ന നിൻ്റെ വിശ്വാസം ചോർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പം നീ അയൽക്കാരെ വിളിച്ച്, അവരെ വിളിച്ച്, ബന്ധുക്കാരെയൊക്കെ വിളിച്ച് ഈ പ്രശ്നം പറഞ്ഞ, ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം അവിടെ അന്വേഷിച്ച, അപ്പോൾ വിശ്വാസം ചോർന്നു പോയി. ഈശോ എണിച്ചിട്ട് ചോദിക്കും, വിശ്വാസം കാണുന്നില്ലല്ലോ. കുറച്ച് വിശ്വാസമുള്ളതും പോയി പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ശാന്തമായിരിക്കുക. എങ്ങനെയാണ് ശാന്തമായിട്ടിരിക്കുന്നത്? ശാന്തമായിട്ട്, വിശ്വാസം ശാന്തമായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, പ്രത്യാശയിലിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെയാണ് നമ്മൾ ശാന്തമായിട്ട് ഇരിക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യം. ഒന്ന്, നമുക്ക് വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സഹനം വരുമ്പോൾ, കൊടുങ്കാറ്റ് വരുമ്പോൾ ശാന്തമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ശാന്തമായിട്ട് ഇരിക്കേണ്ടത്? അത് പ്രഭാഷകൻ്റെ 2-ാം അധ്യായം 3-ലുണ്ട്. 3, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. 1, ദൈവത്തോട് എങ്ങനെയാണ് ശാന്തമായിട്ട് ഇരിക്കേണ്ടത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കേണ്ടത്? ദൈവത്തോട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കേണ്ടത്? ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുക. ശാന്തമായി ഇരുന്ന് ആ സമയത്ത് മുട്ടിപ്പേ നിൽക്കുക. ഒന്നും വിചാരിക്കേണ്ട, ഇതൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ദൈവം ഉറക്കം നടിക്കുകയാണ്. ദൈവം ഉറങ്ങിയിട്ടില്ല, ഉറക്കം നടിക്കുക. എനിക്ക് വിശ്വാസം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. നമ്മുടെ മുമ്പിൽ മരണവും ജീവിതവും, ജീവനും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ളതാണ് അത്. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് വലിയ പ്രശ്നമുണ്ടാവും. ഞാൻ ഇത് പറയുമ്പോൾ പലരും ആലോചിക്കുക, എൻ്റെ പ്രശ്നം എത്ര വലുതാണ്. വളരെ സിമ്പിളായിട്ട് ബ്രദർ പറഞ്ഞു പോകണ്ടല്ലോ എന്ന്. ഞാൻ ഏറ്റവും പ്രശ്നമുള്ള കാര്യം തന്നെയാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് ആർക്കും സാധിക്കില്ലെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കൊണ്ട് സാധ്യം അത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെയാണ് ശാന്തമായിരിക്കുക? അതിൽ ശാന്തമായിട്ട് ഇരിക്കേണ്ടതിൻ്റെ 2 മെത്തേഡുണ്ട്. അതൊന്ന്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. പാർട്ട് എ, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. അത് സിറാക്ക് പ്രഭാഷകൻ 2-ാം അധ്യായം 3-ാം വചനം. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക എന്ന് വെച്ചാൽ വേറെ ആരുടെ അടുത്ത് പോയിട്ടും കാര്യമില്ല. എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. ഞാൻ അപ്പം മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും, കൊന്തയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തത് യോഹന്നാൻ 6:64 ഈശോ ശിഷ്യന്മാരെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇവർ പിറുവിറുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിറുവിറുക്കുന്നതിൻ്റെ കാര്യം അവരിലെ വിശ്വാസം ചോർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിറുവിറുക്കുമ്പോൾ വിശ്വാസം ചോർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഉള്ള വിശ്വാസവും ചോർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രശ്നം വരുമ്പോൾ കറഞ്ഞ് നീയാണ് ഇതിൻ്റെ കാരണം. ഭർത്താവ് ഭാര്യയോട് നിന്നെ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്, ഭർത്താവിനോട് നീയാണ്, നിങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ സഹിക്കുന്നതെല്ലാം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹനം മൊത്തത്തിൻ്റെ കാരണം നിങ്ങളാണ്. മക്കളോട് നമ്മൾ പറയും. അതുപോലെ നമുക്ക് എന്തെങ്കിലും രോഗം വന്നാൽ രോഗത്തെ ചൊല്ലി വെറുത്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇന്ന് ജീവിച്ചിട്ട് എന്തിനാണ്, എനിക്ക് മരിച്ചാൽ മതി. എത്ര പേരാ പറയണത്, എനിക്ക് മരിച്ചാൽ മതി, നിങ്ങളുടെ കൂടെ ജീവിക്കണേക്കാളും മരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പിറുപിറുക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോവും. ഈശോ ചോദിക്കും, നിൻ്റെ വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. വിശ്വാസം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ, നിൻ്റെ സഹനത്തിൽ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. രണ്ടാമത്, പിറുപിറുക്കരുത്. ശാന്തമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ, നിനക്ക് വിശ്വാസം സമ്പാദിക്കണമെങ്കിൽ ശാന്തമായിരിക്കണം. എങ്ങനെയാണ് ശാന്തമായിട്ടിരിക്കേണ്ടത്? ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. ഒരു സഹനം വരുമ്പോൾ. രണ്ടാമത്, പിറുപിറുക്കരുത്. നെഗറ്റീവ് വേർഡ്സ് സംസാരിക്കരുത്. നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങളുടെ നാവിലിരുന്ന് വരരുത്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ഈ ഒരു മാസത്തേക്ക് ശ്രമിച്ചു നോക്കുക. ഈ ഒരു മാസത്തേക്ക് ശ്രമിച്ചു നോക്കുക. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഇത് മാത്രം
എന്തായാലും കൃപാസനത്തിൽ നിന്ന് കിട്ടിയതല്ലേ, ഇത് 1 മാസത്തേക്ക് അങ്ങോട്ട് ശ്രമിച്ചു നോക്ക്. പ്രൈസ് ദി ലോർഡ്. റിസൾട്ട് കിട്ടിയിരിക്കും. അതെങ്ങനെയാണ് റിസൾട്ട് കിട്ടുക? നീ ശാന്തമായിരിക്കുമ്പോൾ പുറപ്പാട് 14:14 നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ദൈവം ഇറങ്ങും നിനക്ക് വേണ്ടി നിൻ്റെ മുമ്പിൽ നിന്ന് നിനക്ക് വേണ്ടി ആ പ്രശ്നത്തിന് കൊടുങ്കാറ്റിന് എതിരെ യുദ്ധം ചെയ്തിരിക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. അത് ഉറപ്പാണ്. നീ ശാന്തമായി, നീ മിണ്ടാതെ ഇരുന്നാൽ മതി. മിണ്ടാതെ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവത്തോട് ചേർന്നിരിക്കുക, പിറുപിറുക്കാതിരിക്കുക. നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 3 മാസം മുമ്പ് സംഭവിച്ച കേസാണ്. എനിക്കവിടെ ഒരു ഹോട്ടലുണ്ട്, ലോഡ്ജിങ്, റെസ്റ്റോറൻ്റ് എല്ലാം കൂടെയുണ്ട്. അപ്പോൾ ഞാനതിൽ ഒരു റെസ്റ്റോറൻറ്റ് 1 കൊല്ലമായിട്ട് ശരവണൻ എന്ന് പറഞ്ഞ ഒരു സഹോദരന് ഞാൻ കൊടുത്തിരുന്നത്. അയാൾ മര്യാദയ്ക്ക് വാടകയും തരില്ല. അയാൾക്ക് വേറെ ഈ ലിക്കറിൻ്റെ കടകളുണ്ട്. അയാൾക്ക് ഷോപ്പുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവിടെ ഇരുന്ന് ലിക്കേഴ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇയാൾ ഇവിടെ വിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ അറിഞ്ഞിട്ട് ഇയാൾ എങ്ങനെയും അവിടെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടീഷൻ എഴുതിയിരുന്നത് 11 മാസം കഴിഞ്ഞാൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ്, ലൈസൻസ് ഞാൻ പുതുക്കി കൊടുക്കണം, എന്നാലേ അയാൾക്ക് നടത്താൻ പറ്റുള്ളൂ. ഞാൻ ലൈസൻസ് അയാൾ മര്യാദയ്ക്ക് വാടക തന്നെ. അത് മാത്രമല്ല, ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പുറത്തിരുന്ന് ലിക്കർ കൊണ്ടുവന്നിട്ട് അയാൾ അവിടെ വിൽക്കുക, മദ്യം കൊണ്ടുവന്നിട്ട് വിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇയാളെ കാലിയാക്കാൻ പറഞ്ഞ് ലൈസൻസ് ഞാൻ റിന്യൂ ചെയ്ത് കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അയാളുടെ അഡ്വാൻസ് ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അയാൾ ഇരുന്ന അഡ്വാൻസ് വാങ്ങിച്ചിരുന്ന ആ പൈസയും ഞാൻ അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അയാളുടെ ഒരു 5-6 കുറച്ച് സോഫ അവിടെ കിടപ്പുണ്ട്. ഞാൻ അയാളോട് ദിവസവും എടുത്തുകൊണ്ട് പോകാൻ പറയും, അയാൾ എടുക്കില്ല. ഞാൻ പുതിയ ആൾക്ക് വലിയ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അത് എടുക്കാൻ പറയുമ്പോൾ അയാൾ എടുക്കില്ല. പിന്നെ നാളെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ എൻ്റെ കുറേ ടേബിൾസും AC ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിത് സോഫ ഞാൻ വിചാരിച്ചത് ഇനി ഇതെടുത്ത് മാറ്റി എവിടെയെങ്കിലും വെക്കാം. അയാൾ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതെടുത്ത് മാറ്റി വയ്ക്കാം. അയാൾക്കൊരു മെസ്സേജ് പാസ് ചെയ്ത് എന്നെ സോഫ എടുത്തിട്ട് ഞങ്ങൾ അപ്പുറത്ത് വെക്കുകയാണ്, ഗോഡൗണിൽ വെക്കുകയാണ്, നീ വന്ന് എപ്പോഴെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോ, ഞാനത് വേറെ ആൾക്ക് കൊടുത്തിരിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തിന് തന്നെ ഞാനത് പരിചയക്കാരന് തന്നെ അതങ്ങോട്ട് നടത്താൻ വേണ്ടി കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ദിവസം അയാൾ വന്ന് അത് ഹാൻഡ് ഓവർ വാങ്ങിക്കണമെന്ന ദിവസം കാലത്തെ 4 മണിക്ക് എൻ്റെ ഹോട്ടലിലിരുന്ന് റിസപ്ഷനിലിരുന്ന് ഫോൺ വന്ന് ഒരു 40 പേരായിട്ട് ശരവണൻ വന്നിട്ടുണ്ട്. ശരവണൻ വന്ന് ഈ AC എല്ലാം കൂടി, ഞങ്ങളുടെ AC-യാണ്, 3 ടെൻറ്റ് കുറേ AC ഉണ്ട്. AC-യൊക്കെ അടിച്ച് പൊളിച്ച് അയാൾ ഇതെല്ലാം എടുത്ത് വണ്ടി കയറ്റുകയാണ്, ഞങ്ങളുടെ ടേബിളെല്ലാം കയറ്റുകയാണ്. അയാൾ 2 വണ്ടിയിലാണ് വന്നിരിക്കണം. 40 പേര് കാലത്തെ 4 മണിക്ക്. വെള്ളമാണ്, മൊത്തം വെള്ളമൊടിച്ച് 40 പേര് അങ്ങനെ വന്ന് എൻ്റെ സ്റ്റാഫിനെ ഉന്തിയിടുകയൊക്കെ ചെയ്ത്, അത് വർക്ക് നടക്കണതുകൊണ്ട് തുറന്ന് കിടക്കുക, റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗം തുറന്ന് കിടക്കുക. അങ്ങനെയൊക്കെ മൊത്തം എടുത്ത് ഫാനൊക്കെ അടിച്ച് പൊളിച്ച് മുകളിൽ ഇതെല്ലാം പൊളിച്ച്